നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാലക്കാട് ജില്ലയിൽ കാലവർഷം ശക്തമായി തുടരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 19 വീടുകൾ ഭാഗികമായും 1 വീട് പൂർണ്ണമായും തകർന്നു. സുരക്ഷ മുന്നിൽ കണ്ട് 20 പേരെ ബന്ധുവീടുകളിൽ മാറ്റിപ്പാർപ്പിച്ചു. അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നു. പുഴയോരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. VD സതീശൻ സർക്കാർ അധികാരത്തിൽ കയറിയതിനു ശേഷം തദ്ദേശ വികസന ഫണ്ടിൽ കുറവ് വരുത്തിയത് 1300 കോടി രൂപയാണെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. ഗ്രാമീണ വികസന പദ്ധതികൾ മുടക്കി സർക്കാരിന് മുന്നോട്ടു പോകാൻ കഴിയുമെന്ന ധാരണ വേണ്ടെന്നും CPIM ജില്ലാ സെക്രട്ടറി. LDFന്റെ വികസന നയങ്ങൾക്കെതിരെ നുണപ്രചരണങ്ങൾ നടത്തി അധികാരത്തിൽ വന്ന UDF സർക്കാർ അടിസ്ഥാന വർഗങ്ങളുടെ വികസനം പോലും ഇല്ലാതാക്കുകയാണെന്നും സുരേഷ് ബാബു. MV രാഘവനും അച്യുതമേനോനും ഉൾപ്പെടെ തുടങ്ങിവെച്ച ആശയപ്രചരണത്തിന് പ്രശസ്തിയേറുകയാണെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ. കമ്മ്യൂണിസ്റ്റ് ആശയത്തെ ഇല്ലാതാക്കിയ പ്രവൃത്തിയാണ് CPM നടപ്പിലാക്കിയതെന്നും ഇതിന്റെ തെളിവാണ് CPMന്റെ കോട്ടകൊത്തളങ്ങൾ പോലും തകർന്നടിഞ്ഞതെന്നും മന്ത്രി. പ്രിയദർശിനി പദ്ധതി വിജയിക്കാൻ കാരണം കേരളത്തിലെ വനിതകളുടെ ദാരിദ്ര്യമാണെന്നും കേരളത്തിലെ സാമൂഹികാവസ്ഥ തിരിച്ചറിഞ്ഞ് പദ്ധതി മുന്നോട്ട് വച്ചത് രാഹുൽ ഗാന്ധിയാണെന്നും CP ജോൺ. KSPTA സംസ്ഥാന സമ്മേളനം പാലക്കാട്. വികസിത ഇന്ത്യ വികസിത ഷൊർണൂർ നഗരസഭയ്ക്ക് 12 കോടിയുടെ കേന്ദ്ര ഫണ്ട്. നഗരസഭയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടാണ് കേന്ദ്ര സർക്കാരിന്റെ ധനകാര്യ കമ്മിറ്റി ഗ്രാന്റിൽ നിന്നും തുക അനുവദിച്ചത്. കുളപ്പുള്ളി ഷൊർണൂർ റോഡിലെ ദുരിതയാത്ര തുടർക്കഥ. വേറിട്ട പ്രതിഷേധവുമായി INTUC ഷൊർണൂർ മണ്ഡലം കമ്മിറ്റി. സംഘടനയുടെ നേതൃത്വത്തിൽ കുഴി തെളിയിക്കൽ സമരം. പ്രതിഷേധിച്ചത് റോഡിലെ കുഴികളിൽ നിന്ന് വെള്ളം ബക്കറ്റിലേക്ക് മുക്കിയൊഴിച്ച്. വാർത്തകൾ വിശദമായി. പാലക്കാട് ജില്ലയിലെ കാലവർഷം ശക്തിയായി തുടരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 19 വീടുകൾ ഭാഗികമായും 1 വീട് പൂർണ്ണമായും തകർന്നു. സുരക്ഷ മുന്നിൽ കണ്ട് 20 പേരെ ബന്ധുവീട്ടിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നു. പുഴയോരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ചിറ്റൂർ താലൂക്കിലെ പുതുനഗരം, മണ്ണാർക്കാട് താലൂക്കിലെ അരനന്നൂർ ഓരോ വീടുകളും, കോട്ടേപ്പാടം 2, പട്ടാമ്പി താലൂക്കിലെ കുലുക്കല്ലൂർ, ഒറ്റപ്പാലം താലൂക്കിലെ നെല്ലായ, ആലത്തൂർ താലൂക്കിലെ തേങ്കുറിശി, മേലക്കോട് എന്നീ വില്ലേജുകളാണ് വീടുകൾ ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചത്. 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ചിറ്റൂർ താലൂക്കിലെ ചിറ്റൂർ വില്ലേജിൽ സൗദാംബിക ജംഗ്ഷന് സമീപം താമസിക്കുന്ന നാഗമണി, കടൂർ സ്വദേശിയായ വിലാസിനി എന്നിവർക്കാണ് പരിക്കേറ്റത്. സുരക്ഷ മുന്നിൽ കണ്ട് 20 പേരെ ബന്ധുവീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിൽ ജില്ലയിൽ ശരാശരി 76.63 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി. നിലവിൽ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളൊന്നും തുറന്നിട്ടില്ല. മഴ തുടങ്ങുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച മംഗലം ഡാമിലെ നിലവിലെ ജലനിരപ്പ് 77.18 മീറ്ററാണ്. ഡാമിന്റെ 6 സ്പിൽവേ ഷട്ടറുകളും 30 സെന്റിമീറ്റർ വീതം ഉയർത്തിയിരിക്കുകയാണ്. കാഞ്ഞിരപ്പുഴ ഡാമിൽ ജലനിരപ്പ് 95.96 മീറ്ററായി ഉയർന്നതിനെ തുടർന്ന് 3 സ്പിൽവേ ഷട്ടറുകൾ 2 സെന്റിമീറ്റർ വീതം ഉയർത്തി. പുഴയോരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. VD സതീശൻ സർക്കാർ അധികാരത്തിൽ കയറിയതിനു ശേഷം തദ്ദേശ വികസന ഫണ്ടിൽ കുറവ് വരുത്തിയത് 1300 കോടി രൂപയാണെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. ഗ്രാമീണ വികസന പദ്ധതികൾ മുടക്കി സർക്കാരിന് മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും സുരേഷ് ബാബു പറഞ്ഞു. LDFന്റെ വികസന നയങ്ങൾക്കെതിരെ നുണപ്രചരണം നടത്തി അധികാരത്തിൽ വന്ന UDF സർക്കാർ അടിസ്ഥാന വർഗങ്ങളുടെ വികസനം പോലും ഇല്ലാതാക്കുകയാണെന്നും സുരേഷ് ബാബു കൂട്ടിച്ചേർത്തു. തദ്ദേശ വിഹിതം വെട്ടിക്കുറച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് CPM ഏരിയ കമ്മിറ്റി പാലക്കാട് നഗരസഭയിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDF സർക്കാരിന്റെ വികസന നയങ്ങൾക്കെതിരെ നുണപ്രചരണങ്ങൾ നടത്തി അധികാരത്തിൽ വന്ന UDF സർക്കാർ അടിസ്ഥാന വർഗങ്ങളുടെ വികസനം പോലും ഇല്ലാതാക്കുകയാണ്. SC/ST വിഭാഗത്തിന്റെ 38 കോടിയാണ് സർക്കാർ വെട്ടിക്കുറച്ചത്. ഉദ്യോഗസ്ഥരുടെ പദ്ധതി താൽപര്യത്തിൽ നിന്നും പദ്ധതികൾ ജനകീയ താൽപര്യത്തിന്റെ ഭാഗമാക്കിയത് 96-ലെ നായനാർ സർക്കാരാണ്. അധികാരം ജനങ്ങളിലേക്ക് എത്തിച്ച ജനതാൽപര്യത്തിന്റെ അടിസ്ഥാനത്തിൽ വികസന പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. EMS നമ്പൂതിരിപ്പാടിൻ്റെതുൾപ്പെടെയുള്ള ഇടതു നേതാക്കളുടെ താൽപര്യവും ആഗ്രഹവുമായിരുന്നു. ഗ്രാമീണ വികസനം ഉൾപ്പെടുത്തിയ പദ്ധതി വിഹിതങ്ങൾ വെട്ടിക്കുറച്ച് ഇല്ലാതാക്കിയും സർക്കാരിനെ മുന്നോട്ട് പോകാനാവില്ലെന്നും സുരേഷ് ബാബു പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് കൂടിയായിരുന്ന മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് EMS കൂടി വിഭാവനം ചെയ്ത ഒരു നയമായിരുന്നു ജനകീയാസൂത്രണം. ആ ജനകീയാസൂത്രണം നടപ്പിലാക്കിയപ്പോഴാണ് ഈ കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിൽ ഉണ്ടാവേണ്ട വികസന പ്രവർത്തനമുണ്ട്. അത് ഏതെങ്കിലും ഒരു ഓഫീസിലിരുന്ന് ഉദ്യോഗസ്ഥന്മാർ തീരുമാനിക്കേണ്ട പദ്ധതിയോ കാര്യങ്ങളെയല്ല, ആ പ്രദേശത്തിലെ ജനങ്ങളാണത് ചർച്ച ചെയ്യേണ്ടത്.
ആ ഗ്രാമത്തിൽ എന്താണ് ആവശ്യം, എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ ആവശ്യമുണ്ട്, എവിടെയാണ് ആദ്യം വരേണ്ടത്, ഏത് പ്രദേശമാണ് കുറച്ചുകൂടി പിറകിൽ നിൽക്കുന്നത്, ആ പ്രദേശത്തെ എങ്ങനെയാണ് നമുക്ക്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK നൌഷാദ്, ജില്ലാ കമ്മിറ്റി അംഗം P സരിൻ, V സരള, ഏരിയ പ്രസിഡന്റ് സുരേഷ്, ചിഞ്ചു ജോസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രിയദർശിനി പദ്ധതി വിജയിക്കാൻ കാരണം കേരളത്തിലെ വനിതകളുടെ ദാരിദ്ര്യമാണെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ പറഞ്ഞു. സാമൂഹ്യാവസ്ഥ തിരിച്ചറിഞ്ഞ് പ്രിയദർശിനി പദ്ധതി മുന്നോട്ട് വെച്ചത് രാഹുൽ ഗാന്ധിയാണെന്നും മന്ത്രി പറഞ്ഞു. KSBTA സംസ്ഥാന സമ്മേളനം പാലക്കാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിലെ വനിതകളുടെ സാമ്പത്തികാവസ്ഥ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പൊതുഗതാഗതത്തിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കാൻ രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചത്. പദ്ധതി വിജയത്തിന്റെ ക്രെഡിറ്റ് രാഹുൽ ഗാന്ധിക്ക് മാത്രമാണ്. സ്വകാര്യ ബസ് വ്യവസായത്തെ സംരക്ഷിക്കുക എന്നത് തന്നെയാണ് സർക്കാർ നയം. പ്രിയദർശിനി പദ്ധതിയിലൂടെ 2500ഓളം സ്വകാര്യ ബസ്സുകൾക്ക് പ്രയാസമുണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രതിസന്ധി താൽക്കാലികമാണ്. KSRTCയും സ്വകാര്യ ബസ്സുകളും ഏറ്റുമുട്ടാത്ത തരത്തിൽ പ്രശ്നപരിഹാരമുണ്ടാകും. ഗതാഗതത്തോടും ആരോഗ്യത്തോടും വിദ്യാഭ്യാസത്തോടും വനിതകളുടെ സമീപനം വ്യത്യസ്തമാണ്. സംസ്ഥാനത്ത് ഇരുചക്രവാഹന യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചതും സ്വകാര്യ ബസ് വ്യവസായത്തെ ബാധിച്ചിട്ടുണ്ട്. സ്പെയർ പാർട്സുകളുടെയും ഇന്ധനത്തിന്റെയും വില വലിയ രീതിയിൽ വർദ്ധിച്ചതും മൈലേജ് വർദ്ധിക്കാത്തതും പ്രതിസന്ധിക്ക് കാരണമാണ്. കൂടിയാലോചിച്ച് പ്രശ്നപരിഹാരം ഉണ്ടാക്കാൻ സർക്കാർ ഏത് സമയത്തും സന്നദ്ധമാണെന്നും മന്ത്രി CP ജോൺ പറഞ്ഞു. ആ ബുദ്ധിമുട്ട് എങ്ങനെ പരിഹരിക്കാൻ ഞങ്ങൾ പബ്ലിക് പോളിസി ഒരു പൊതു നയമെടുത്തു. ആ നയം കൊണ്ട് കുറച്ച് ആളുകൾ, കുറച്ചല്ല ഗണ്യമായ ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റേഴ്സിന് ബുദ്ധിമുട്ടുണ്ട്. ആകെ 8000 പേരുണ്ടെങ്കിൽ എൻ്റെ ഏകദേശ കണക്കിൽ 8000 ബസ് ഉണ്ടെങ്കിൽ അതിൽ 2000-3000 ബസ്സിനാണ് 2000 ബസ്. ആ പ്രശ്നമുണ്ടെന്നാണ് എൻ്റെ കണക്ക്. എന്തായാലും ശരി, ഏകദേശം ആ ബസ്സുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ നമുക്ക് ഈ പൊതുനയം, ഈ പ്രിയദർശിനിയെയും നിങ്ങളെയും കൂട്ടിയിടിക്കാതെ എങ്ങനെ കൊണ്ടുപോകാം എന്ന് ഉടനെ തന്നെ നമ്മൾ തീരുമാനിച്ച് നിങ്ങളടുത്ത് പറയും. നിങ്ങളോട് ചോദിച്ചിട്ട് സംസ്ഥാന പ്രസിഡന്റ് ജോൺസൺ പടമാടൻ അധ്യക്ഷത വഹിച്ചു. MLA-മാരായ രമേശ് പിഷാരടി, P മമ്മിക്കുട്ടി, PP സുമോദ്, സംസ്ഥാന സെക്രട്ടറി ഗോകുലം ഗോകുൽദാസ്, ട്രേഡ് യൂണിയൻ നേതാക്കളായ PK ശശി, K അപ്പു, KC ജയപാലൻ, AC കൃഷ്ണൻ, രക്ഷാധികാരി ശ്രീകുമാർ, സംസ്ഥാന ട്രഷറർ KK സത്യൻ, പാലക്കാട് ജില്ലാ സെക്രട്ടറി KL ബഷീർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. MV രാഘവനും അച്യുതമേനോനും ഉൾപ്പെടെ തുടങ്ങിവെച്ച ആശയ പ്രചരണത്തിന് പ്രശസ്തിയേറുകയാണെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് ആശയത്തെ ഇല്ലായ്മ ചെയ്യുന്ന പ്രവൃത്തിയാണ് CPIM നടപ്പിലാക്കിയത്. ഇതിന്റെ തെളിവാണ് തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ കോട്ടകൊത്തളങ്ങൾ പോലും തകർന്നടിഞ്ഞതെന്നും മന്ത്രി പറഞ്ഞു. CMB പാലക്കാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ആദ്യകാല നേതാവ് അച്യുതമേനോന്റെ അനുസ്മരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CMB ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ആദ്യകാല നേതാവ് അച്യുതമേനോന്റെ അനുസ്മരണം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. കർഷകർക്കും അവശത അനുഭവിക്കുന്നവർക്കും കവചമാകേണ്ടവരാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും നേതാക്കളും. എന്നാൽ അടിസ്ഥാന വർഗ സമരങ്ങളോട് കഴിഞ്ഞ 10 വർഷം പിണറായി സർക്കാർ ചെയ്തത് അവഗണന മാത്രമാണ്. ഇതാണ് ആശാസമരത്തിലും ചങ്ക്രസമരത്തിലും കണ്ടത്. സ്വന്തം ശൈലി കൊണ്ട് അണികളെയും സമൂഹത്തിന്റെയും അകറ്റിയ പ്രസ്ഥാനമാണ് CPM. CPI-യിലും ഭിന്നത രൂക്ഷമാണ്. പയ്യന്നൂരും തളിപ്പറമ്പിലും ആലപ്പുഴയിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF പിന്തുണയോടെ വിജയിച്ചത് CPM-ന്റെ വിമതരാണ്. CPM-ന്റെ അടിത്തറ ശോഷിക്കുന്നതിന്റെ തെളിവാണ്. CPM വിടുന്നവർക്കും CPI വിടുന്നവർക്കും CMB-യിലേക്ക് വരാവുന്നതാണ്. MVR-ന്റെയും അച്യുതമേനോന്റെയും നിലപാടുകൾ ശരിയായതുകൊണ്ടാണ് പാലക്കാട് ജില്ലയിൽ നിന്നുൾപ്പെടെ ഇനിയും പലരും CMB-യിലേക്ക് വരുമെന്നും മന്ത്രി CP ജോൺ പറഞ്ഞു. മറിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മനുഷ്യരുടെ അവകാശങ്ങൾക്ക് വേണ്ടി, കൂലിക്ക് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി, ഭൂമിക്ക് വേണ്ടി പോരാടുന്ന മനുഷ്യന്റെ രക്ഷാകവചമാണ്. ആ രക്ഷാകവചമായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പേരിൽ അധികാരത്തിൽ വന്നിട്ടുള്ള CPIM 10 വർഷക്കാലം ഇവിടെ നടത്തിയത് കൂലിക്കും ഭക്ഷണത്തിനും ഭൂമിക്കും വേണ്ടി പൊരുതുന്നവരെ വേട്ടയാടുക എന്നുള്ളതാണ്. അതാണ് അവസാന ഘട്ടത്തിൽ ആശാസമരത്തിൽ നമ്മൾ കണ്ടത്. അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി P കലാധരൻ, സംസ്ഥാന സെക്രട്ടറിമാരായ PK ശശി, അജീർ, രവീന്ദ്രൻ, കൃഷ്ണൻ കോട്ടുമല, സതീഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ നൽകാൻ കഴിയുന്ന ചെറുകിട സംരംഭകരെ കണ്ടെത്താനായി കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള MSEM ഓഗസ്റ്റ് 4-5 തീയതികളിലായി പാലക്കാട് വെണ്ടർ പ്രോഗ്രാം സംഘടിപ്പിക്കും. കേന്ദ്ര സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങളും സേവനങ്ങളും, ഫണ്ട് ലഭ്യത, ബിസിനസ് അവസരങ്ങൾ, കുടിശ്ശിക നിവാരണം തുടങ്ങിയ കാര്യങ്ങളിൽ വെണ്ടർ പ്രോഗ്രാമിൽ അവബോധം സൃഷ്ടിക്കുമെന്ന് MS
MSME ഡെവലപ്മെന്റ് ആൻഡ് ഫെസിലിറ്റേറ്റർ ഓഫീസർ മാർട്ടിൻ പി ചാക്കോ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങളുടെ 25% സൂക്ഷ്മ ചെറുകിട സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങിക്കണമെന്ന കേന്ദ്ര നിയമം ചെറുകിട വ്യവസായ മേഖലയ്ക്ക് ഉണർവ് നൽകുന്ന ഒന്നാണ്. SC വിഭാഗം നേതൃത്വം നൽകുന്ന വ്യവസായങ്ങൾക്ക് 4%, വനിതകൾ നയിക്കുന്ന സ്ഥാപനങ്ങൾക്ക് 3% അധിക സംവരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജനറൽ വിഭാഗത്തിന്റെ 25% എന്നത് പൂർത്തീകരിക്കാനായെങ്കിലും SC വിഭാഗത്തിന്റെയും വനിതാ വിഭാഗത്തിന്റെയും ടാർഗറ്റ് പൂർത്തീകരിക്കാനായിട്ടില്ല. ഈ വിഭാഗത്തെ MSME മേഖലയിലെത്തിക്കുന്നതിന് കൂടിയാണ് വെണ്ടർ പ്രോഗ്രാം നടത്തുന്നത്. മെബൽ, റെയിൽവേ, ISRO, ഗെയിൽ, BPCL, KEL ഉൾപ്പെടെ 30ഓളം സ്ഥാപനങ്ങൾ വെണ്ടർ പ്രോഗ്രാമിന്റെ ഭാഗമാകും. 2 ദിവസങ്ങളായി നടക്കുന്ന പ്രോഗ്രാമിൽ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നയങ്ങൾ അവതരിപ്പിക്കും. ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള അവസരം ലഭിക്കുന്ന പ്രോഗ്രാമിൽ നിരവധി പുതിയ അവസരങ്ങളും സൃഷ്ടിക്കപ്പെടും. ലഘു ഉദ്യോഗ് ഭാരതി, MSEMI, ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവയുടെ സഹകരണത്തോടെയാണ് വെണ്ടർ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതെന്നും മാർട്ടിൻ പി ചാക്കോ പറഞ്ഞു. പക്ഷേ 2026 ആക്ടിൽ സെക്ഷൻ 11 പ്രകാരം അവർക്ക് റിസർവേഷൻ കൊടുക്കുന്നുണ്ട്. MSMEകളിൽ നിന്ന് പ്രൊക്യൂർമെന്റിന് റിസർവേഷൻ ആരംഭിച്ചത് ആ കാലഘട്ടം മുതലാണ്. പബ്ലിക് പ്രൊക്യൂർമെന്റ് കാര്യങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റും ഉണ്ട്, ഇൻഡിപെൻഡന്റ് ആയിട്ട് അവരുടേതായ രീതിയിലുണ്ട്. സെക്ഷൻ 11 ഓഫ് MSME ആക്ട് പ്രകാരമുള്ള പബ്ലിക് പ്രൊക്യൂർമെന്റ് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20% ആദ്യം നിശ്ചയിച്ചിരുന്നത് MSCകളിൽ നിന്നുള്ള പ്രൊക്യൂർമെന്റ്. ടോട്ടൽ പ്രൊക്യൂർമെന്റ് ഒരു ആനുവൽ പ്രൊക്യൂർമെന്റ് 20% ബൈ വാല്യൂ. അത് പിന്നീട് 2018 25% ഉയർത്തി. അത് മാത്രമല്ല, സ്ത്രീകൾക്കും SC ST കാറ്റഗറിയിൽ പെടുന്നവർക്കും കൂടി സബ് റിസർവേഷൻസ് കൊടുത്തു. LUB ജില്ലാ പ്രസിഡന്റ് KP മോഹൻ രാജ്, LUB ജില്ലാ ജനറൽ സെക്രട്ടറി പ്രശാന്ത് എസ് മേനോൻ, ട്രഷറർ പ്രശാന്ത്, സോമി ജോർജ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ നഗരസഭയ്ക്ക് 12 കോടിയുടെ കേന്ദ്ര ഫണ്ട് അനുവദിച്ചു. നഗരസഭയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാരിന്റെ ധനകാര്യ കമ്മിറ്റി ഗ്രാന്റിൽ നിന്നുമാണ് തുക അനുവദിച്ചത്. വികസിത ഇന്ത്യ, വികസിത ഷൊർണൂർ എന്ന ലക്ഷ്യത്തോടെയാണ് തുക വകയിരുത്തിയത്. നരേന്ദ്രമോദി സർക്കാരിന്റെ ഈ നടപടിക്ക് നഗരത്തിൽ വ്യാപകമായ അഭിവാദനങ്ങൾ ഉയർന്നു കഴിഞ്ഞു. വികസിത ഇന്ത്യ, വികസിത ഷൊർണൂർ എന്ന ലക്ഷ്യത്തോടെയാണ് ഈ തുക ലഭ്യമാക്കിയിരിക്കുന്നത്. അനുവദിച്ച ഈ വികസന ഫണ്ട് അടിസ്ഥാന സൗകര്യ വികസനം, ജനക്ഷേമ പ്രവർത്തനങ്ങൾ, നഗരത്തിന്റെ സമഗ്ര വികസനം തുടങ്ങിയ പ്രധാന മേഖലകൾക്കായാണ് വിനിയോഗിക്കുക. നഗരത്തിലെ റോഡുകൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായും നഗരവാസികളുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനുമായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനായും നഗരത്തിന്റെ വളർച്ചയ്ക്കും ഈ ഫണ്ട് കരുത്തു പകരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കുളപ്പള്ളി ഷൊർണൂർ റോഡിലെ ദുരിതയാത്ര തുറക്കഥ. വേറിട്ട പ്രതിഷേധവുമായി INTUC ഷൊർണൂർ മണ്ഡലം കമ്മിറ്റി രംഗത്തിറങ്ങി. INTUCയുടെ നേതൃത്വത്തിൽ കുഴി തെളിയിക്കൽ സമരം നടത്തിയാണ് രംഗത്തിറങ്ങിയത്. റോഡിലെ കുഴികളിൽ നിന്ന് വെള്ളം ബക്കറ്റിലേക്ക് മുക്കിയൊഴിച്ചാണ് INTUC പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകിയത്. ഷൊർണൂർ കുളപ്പള്ളി റോഡ് കഴിഞ്ഞ 6 വർഷമായിട്ടും സഞ്ചാരയോഗ്യമാക്കാൻ അധികൃതർക്ക് ആയിട്ടില്ല. 100 കണക്കിന് രോഗികളും ആംബുലൻസുകളും യാത്രക്കാരുമാണ് നിത്യേന ഈ റോഡിലൂടെ ദുരിതം പേറി യാത്ര ചെയ്യുന്നത്. റോഡ് നിർമ്മാണം പൂർത്തിയാക്കാത്തത് ഇവിടുത്തെ MLAയുടെ വലിയ വീഴ്ചയും കഴിവുകേടാണെന്ന് VK ശ്രീകൃഷ്ണൻ കുറ്റപ്പെടുത്തി. ജനങ്ങളോട് യാതൊരുവിധ ഉത്തരവാദിത്തമില്ലാത്ത നിലപാടാണ് MLA സ്വീകരിക്കുന്നത്. ഇതിനെതിരെ നിരവധി സമരങ്ങൾ നടന്നിട്ടും യാതൊരു ഫലവുമുണ്ടായില്ലെന്നും VK ശ്രീകൃഷ്ണൻ ആരോപിച്ചു. കോടിക്കണക്കിന് രൂപ പൊതുജനങ്ങളുടെ നികുതി പണം ചെലവഴിച്ചിട്ടും റോഡ് ഇങ്ങനെ തകർന്നു കിടക്കുന്നത് വലിയ അഴിമതിയുടെ ഭാഗമാണെന്നും VK ശ്രീകൃഷ്ണൻ ആരോപിച്ചു. കഴിഞ്ഞ 5 വർഷമായി നിങ്ങൾക്കറിയാം, കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട റോഡുകളിൽ ഒന്നാണ് ഷൊർണൂർ കുളപ്പള്ളി റോഡ്. ആയിരക്കണക്കിന് രോഗികൾ, 100 കണക്കിന് ആംബുലൻസുകൾ, ആയിരക്കണക്കിന് യാത്രക്കാർ നിരന്തരം യാത്ര ചെയ്യുന്ന ഈ റോഡ് 6 വർഷമായി പൂർത്തിയാക്കാൻ കഴിയാത്തത് ഇവിടുത്തെ MLAയുടെ കഴിവുകേടാണ്, കഴിവില്ലായ്മയെന്ന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ INTUC ഈ കുഴികൾക്ക് പേരുകൾ നൽകിയിട്ടുള്ളത് മമ്മിക്കുഴികൾ എന്ന് പേര് നൽകിക്കൊണ്ടാണ് ഈ കുഴികൾ തെളിയിക്കാൻ തീരുമാനിച്ചത്. ഞാൻ വിശ്വസിക്കുന്നു, ഇനി വരാൻ പോകുന്ന ചരിത്രത്തിൻ്റെ രേഖകളിൽ ഈജിപ്തിലുള്ള പിരമിഡുകളെ മമ്മി പിരമിഡുകൾ ഉള്ളതുമാതിരി തന്നെ ഷൊർണൂർ കുളപ്പള്ളി റോഡിലെ ഈ മമ്മിക്കുഴികൾ എന്ന് പറയുന്നത് നാളെ ചരിത്രത്തിൻ്റെ രേഖയിൽ വരും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല.
INTUC മണ്ഡലം പ്രസിഡന്റ് വിൻസെന്റ് അധ്യക്ഷത വഹിച്ചു. ഓട്ടോ ആൻഡ് ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ സെക്രട്ടറി ദിനേശ് ബാബു സ്വാഗതം പറഞ്ഞു. INTUC റീജിയണൽ പ്രസിഡന്റ് വി ശ്രീനിവാസൻ നേതൃത്വം നൽകി. INTUC നേതാക്കളായ MP സുശീൽ കുമാർ, ജയരാജൻ കുളപ്പള്ളി, പരമേശ്വരൻ, സുരേഷ്, മോഹനൻ, അലി തുടങ്ങിയവർ പങ്കെടുത്തു. റോഡ് പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കുന്നതുവരെ സമരം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് INTUC നേതാക്കൾ വ്യക്തമാക്കി. MLAയും അധികാരികളും ജനങ്ങളുടെ ഈ ദുരിതം കണ്ടറിഞ്ഞ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കിഴക്കൻ പ്രവിശ്യ സൗദി അറേബ്യ നവോദയ സാംസ്കാരിക വേദിയുടെ 4ാമത് ധമാം നവോദയ കോടിയേരി ബാലകൃഷ്ണൻ സമഗ്ര സംഭാവന അവാർഡ് ചടങ്ങ് മനശ്ശേരിയിൽ നടന്നു. അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറി ബിജു കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നവോദയയുടെ പരിപാടികൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ശ്രദ്ധിക്കുന്നതും കൂടിയാണ്. ഒരു സാംസ്കാരിക വേദിയാണെങ്കിൽ പോലും വളരെ സ്പഷ്ടമായ ഒരു രാഷ്ട്രീയം നവോദയക്കുണ്ട് എന്നെനിക്കറിയാം. അതിവിടെ മുമ്പ് സംസാരിച്ചവർ പറഞ്ഞിട്ടുണ്ട്. വർഗീയതയ്ക്കെതിരെ കേരളത്തിന് വേണ്ടി, കേരളത്തെ എല്ലാ കാലത്തും ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനം നിങ്ങളെല്ലാവരും മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരിപാടിയിൽ അതിയായ സന്തോഷത്തോടെയാണ് ഞാൻ പങ്കെടുക്കുന്നത്. സംഘാടക സമിതി ചെയർമാൻ EN സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. കാർഷിക രംഗത്തെ സമഗ്ര സംഭാവനയെ മുൻനിർത്തി പാലക്കാട് എലവഞ്ചേരി സ്വദേശി S ഷാബുമോനാണ് അവാർഡ് ലഭിച്ചത്. വിജയകൃഷ്ണൻ അവാർഡ് ഷാബുമോന് സമ്മാനിച്ചു. 1 ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവുമാണ് അവാർഡ്. ഡോക്ടർ TM തോമസ് ഐസക്, K പ്രേംകുമാർ MLA, മുൻ മന്ത്രി MP രാജേഷ്, കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് KD പ്രസേനൻ, സെക്രട്ടറി MR മുരളി, സംഘടനാ സമിതി വൈസ് ചെയർമാൻ S കൃഷ്ണദാസ്, CITU ജില്ലാ സെക്രട്ടറി M ഹംസ, സംഘാടക സമിതി കൺവീനർ മോഹൻ വെള്ളിനേഴി, രക്ഷാധികാരി ബഷീർ വാരോട്, നവോദയ ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് വടകര, പ്രവാസി സംഘം സംസ്ഥാന ട്രഷറർ സജീവ് തൈക്കാട്ട്, ജില്ലാ സെക്രട്ടറി MA നാസർ, നഗരസഭാ ചെയർപേഴ്സൺ MK ജയസുധ, വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് K ശ്രീജ, നവോദയ ട്രഷറർ ഉമേഷ് കളരിക്കൽ, നന്ദിനി മോഹനൻ, ഡോക്ടർ രശ്മി, ഷാഹിദ ഷാനവാസ് എന്നിവർ സംസാരിച്ചു. കാർഷിക രംഗത്ത് നൽകിയ സമഗ്ര സംഭാവനയെ മുൻനിർത്തി പ്രത്യേക പുരസ്കാരവും വിതരണം ചെയ്തു. മികച്ച കർഷക കൂട്ടായ്മയ്ക്കുള്ള അവാർഡിന് പിണറായി പഞ്ചായത്തിലെ പ്രവാസി തളിർ കൃഷിക്കൂട്ടം, മികച്ച കർഷക പഞ്ചായത്തുള്ള അവാർഡ് കഞ്ഞിക്കുഴി പഞ്ചായത്ത്, ആലത്തൂർ നിറ സമഗ്ര കാർഷിക വികസന പദ്ധതി എന്നിവർക്കാണ് വിതരണം ചെയ്തത്. മുൻ കേരള പ്ലാനിംഗ് ബോർഡ് മെമ്പറും കേരള കാർഷിക യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഡോക്ടർ ജിജു B അലക്സാണ് ജൂറി ചെയർമാൻ. കേരള കാർഷിക യൂണിവേഴ്സിറ്റി റിട്ടയർഡ് പ്രൊഫസർ C ഭാസ്കരൻ, കേരള കാർഷിക യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഡോക്ടർ M പ്രേമ എന്നിവരാണ് ജൂറി അംഗങ്ങൾ. 2023 മുതലാണ് ധമാം നവോദയ ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ സമുന്നത നേതാവും മുൻ മന്ത്രിയുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ പേരിൽ അവാർഡ് നൽകി വരുന്നു. അവാർഡ് വിതരണത്തോടനുബന്ധിച്ച് നവോദയ കുടുംബസംഘവും K ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. നാടകഗാനങ്ങളും ഉണ്ടായി. കുടുംബസംഗമത്തിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള മുൻകാല നവോദയ പ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കഥകളിയുടെ നാട്യാചാര്യൻ കലാമണ്ഡലം പത്മനാഭൻ നായരുടെ 98ാമത് ജന്മവാർഷികവും പത്മനാഭൻ നായർ സ്മാരക ട്രസ്റ്റിൻ്റെയും കലാമണ്ഡലത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആചരിച്ചു. കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടന്ന ചടങ്ങ് വൈസ് ചാൻസലർ പ്രൊഫസർ B അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മോഹിനിയാട്ടം എന്ന നൃത്തരൂപത്തെ കേരള കലാമണ്ഡലത്തിലൂടെ പുനഃസൃഷ്ടിച്ച് അതിൻ്റെ കലാമണ്ഡലം ശൈലിക്ക് ശ്വാശ്വത പ്രതിഷ്ഠ നൽകിയ സഹധർമ്മിണി പത്മശ്രീ കലാമണ്ഡലം സത്യഭാമ ടീച്ചറുടെ അനുസ്മരണവും കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടന്നു. കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ B അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും പത്മനാഭൻ നായർ ട്രസ്റ്റും അല്ലെങ്കിൽ സത്യഭാമ ടീച്ചറിൻ്റെ പേരിലുള്ള ട്രസ്റ്റും വരുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ടാവുന്നത് ആ ട്രസ്റ്റിൻ്റെയും സത്യസന്ധതയിലുള്ള ഒരു സന്തോഷമാണ് കലാമണ്ഡലത്തിനുള്ളത്. ഞാൻ വന്നതിന് ശേഷം എപ്പോഴും ശ്രീ ശശികുമാറും വേണുഗോപാലിനൊക്കെ അദ്ദേഹത്തെ വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ. നല്ല കാണുമ്പോഴൊക്കെ അതെപ്പോഴും ഞങ്ങൾ പറയാറുമുണ്ട്. കാരണം സത്യഭാമ ടീച്ചർ ട്രസ്റ്റ് ചെയർപേഴ്സൺ കലാമണ്ഡലം ചന്ദ്രിക മേനോൻ അധ്യക്ഷത വഹിച്ചു. പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി അനുസ്മരണ പ്രഭാഷണം നടത്തി. ഭാരത് സർക്കാരിന്റെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹമായ മോഹിനിയാട്ടമാചാര്യ കലാമണ്ഡലം വിമല മേനോനെയും വിവിധ അംഗീകാരങ്ങൾ നേടിയ അധ്യാപകർക്ക് ചടങ്ങിൽ പൊന്നാടയും മൊമെന്റോയും നൽകി ആദരിച്ചു. കലാമണ്ഡലം KG വാസുദേവൻ നായർ, കലാമണ്ഡലം സുമതി, നമിത ശശികുമാർ, വേനാട്ട് രോഹിത് മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. പത്മനാഭൻ നായർ സ്മാരക ട്രസ്റ്റ് സെക്രട്ടറി V വേണുഗോപാൽ സ്വാഗതവും പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ കലാമണ്ഡലം വീണ വാര്യർ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ സെഷനുകളിൽ
വിവിധ ക്ലാസുകളും അനുസ്മരണ പ്രഭാഷണങ്ങളും നൃത്തോപാസനയും ചൊല്ലിയാട്ടവും മോഹിനിയാട്ടവും നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. നാടക സാംസ്കാരിക പ്രവർത്തകരുടെ കൂട്ടായ്മയായ നാട്ടക്കിൻ്റെ ജില്ലാ സംസ്ഥാന സമ്മേളനങ്ങളുടെ മുന്നോടിയായി പട്ടാമ്പി മേഖലാ സമ്മേളനം കൂറ്റനാട് നടന്നു. ചടങ്ങിൽ മേഖലയിലെ 12ഓളം നാടക സംഘങ്ങളെ നാടക കമ്പക്കാർക്ക് ആദരം എന്ന പേരിൽ ആദരിച്ചു. പ്രശസ്ത നാടകാചാര്യൻ പ്രൊഫസർ ഗംഗാധരൻ മാസ്റ്റർ, ഗീത ജോസഫ് ടീച്ചർ എന്നിവർ സംബന്ധിച്ചു. കലവറ ഗോപാലൻ മാസ്റ്റർ മോഡറേറ്ററായിരുന്നു. മേഖലയിലെ 12ഓളം നാടക സംഘങ്ങളെ നാടക കമ്പക്കാർക്ക് ആദരം എന്ന പേരിൽ ആദരിച്ചു. MG ശശി, പട്ടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശശിരേഖ, തൃത്താല പ്രസിഡന്റ് ജയന്തി വിജയകുമാർ, നാഗലശ്ശേരി പ്രസിഡന്റ് നിഷ വാര്യർ, കാർട്ടൂണിസ്റ്റ് സദാനന്ദൻ P. ബാലൻ, വിജയൻ ചാത്തന്നൂർ തുടങ്ങിയവർ നാടക കമ്പക്കാരെ ആദരിച്ചു. പ്രതിനിധി സമ്മേളനം നാടക സംസ്ഥാന സമിതി അംഗം സുധീർ ബാബു ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷെ പ്രാദേശിക ഭാഷകളിൽ ഇത്രയും സമഗ്രവും അതേപോലെ തന്നെ ശുദ്ധവുമായ ഒരു പാഠം നാട്യശാസ്ത്രത്തിൽ ഉണ്ടാവുന്നത് മലയാളത്തിലാണ്. അത് KP നാരായണശാരിയാണ്. അദ്ദേഹത്തിൻ്റെ സാരമാണ് കുടിക്കുന്നത് ക്ഷാരം. ആ ക്ഷാരത്തിൽ അദ്ദേഹത്തിൻ്റെ മരുമകനാണ് ഈ രാമക്ഷാരടി. ഈ രാമക്ഷാരടി എന്ന് പറയുന്ന രാമേട്ടൻ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത് ജോക്കർ എന്നായിരുന്നു. സംസ്ഥാന ട്രഷറർ CK ഹരിദാസ്, ജില്ലാ പ്രസിഡന്റ് KB സുധീർ, ജില്ലാ സെക്രട്ടറി സജിത് കുമാർ, ട്രഷറർ അസീസ് പെരിങ്ങോട്, CN ശിവദാസൻ, നജ്മ മോഹൻ, എരിമേലു ഉണ്ണീഷൻ തുടങ്ങിയവർ സംസാരിച്ചു. മേഖലാ പ്രസിഡന്റ് അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി MP സുന്ദരൻ സ്വാഗതവും ഷാജിദ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് ജില്ലയിൽ കാലവർഷം ശക്തമായി തുടരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 19 വീടുകൾ ഭാഗികമായും 1 വീട് പൂർണ്ണമായും തകർന്നു. സുരക്ഷ മുന്നിൽ കണ്ട് 20 പേരെ ബന്ധുവീടുകളിൽ മാറ്റിപ്പാർപ്പിച്ചു. അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നു. പുഴയോരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. VD സതീശൻ സർക്കാർ അധികാരത്തിൽ കയറിയതിനു ശേഷം തദ്ദേശ വികസന ഫണ്ടിൽ കുറവ് വരുത്തിയത് 1300 കോടി രൂപയാണെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. ഗ്രാമീണ വികസന പദ്ധതികൾ മുടക്കി സർക്കാരിന് മുന്നോട്ടു പോകാൻ കഴിയുമെന്ന ധാരണ വേണ്ടെന്നും CPIM ജില്ലാ സെക്രട്ടറി. LDFന്റെ വികസന നയങ്ങൾക്കെതിരെ നുണപ്രചരണങ്ങൾ നടത്തി അധികാരത്തിൽ വന്ന UDF സർക്കാർ അടിസ്ഥാന വർഗങ്ങളുടെ വികസനം പോലും ഇല്ലാതാക്കുകയാണെന്നും സുരേഷ് ബാബു. MV രാഘവനും അച്യുതമേനോനും ഉൾപ്പെടെ തുടങ്ങിവെച്ച ആശയപ്രചരണത്തിന് പ്രശസ്തിയേറുകയാണെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ. കമ്മ്യൂണിസ്റ്റ് ആശയത്തെ ഇല്ലാതാക്കിയ പ്രവൃത്തിയാണ് CPM നടപ്പിലാക്കിയതെന്നും ഇതിന്റെ തെളിവാണ് CPMന്റെ കോട്ടകൊത്തളങ്ങൾ പോലും തകർന്നടിച്ചതെന്നും മന്ത്രി. പ്രിയദർശിനി പദ്ധതി വിജയിക്കാൻ കാരണം കേരളത്തിലെ വനിതകളുടെ ദാരിദ്ര്യമാണെന്നും കേരളത്തിലെ സാമൂഹികാവസ്ഥ തിരിച്ചറിഞ്ഞ് പദ്ധതി മുന്നോട്ട് വച്ചത് രാഹുൽ ഗാന്ധിയാണെന്നും CP ജോൺ. KSPTA സംസ്ഥാന സമ്മേളനം പാലക്കാട്. വികസിത ഇന്ത്യ, വികസിത ഷൊർണൂർ. ഷൊർണൂർ നഗരസഭയ്ക്ക് 12 കോടിയുടെ കേന്ദ്ര ഫണ്ട്. നഗരസഭയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടാണ് കേന്ദ്ര സർക്കാരിന്റെ ധനകാര്യ കമ്മിറ്റി ഗ്രാന്റിൽ നിന്നും തുക അനുവദിച്ചത്. കുളപ്പള്ളി ഷൊർണൂർ റോഡിലെ ദുരിതയാത്ര തുടർക്കഥ. വേറിട്ട പ്രതിഷേധവുമായി INTUC ഷൊർണൂർ മണ്ഡലം കമ്മിറ്റി. സംഘടനയുടെ നേതൃത്വത്തിൽ കുഴി തെളിയിക്കൽ സമരം. പ്രതിഷേധിച്ചത് റോഡിലെ കുഴികളിൽ നിന്ന് വെള്ളം ബക്കറ്റിലേക്ക് മുക്കിയൊഴിച്ച്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വാർത്ത രാത്രി 9 മണിക്ക്. നമസ്കാരം.